നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു. ജസ്റ്റിസ് കൗസർ എടഭാഗത്താണ് പുതിയതായി അതിജീവിതയുടെ ഹർജി പരിഗണിക്കുക. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം പിന്മാറിയ സാഹചര്യത്തിലാണ് മറ്റൊരു ബെഞ്ചിലേക്ക് വിഷയം എത്തുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ജില്ലാ കോടതി ജഡ്ജിയായിരിക്കെ പ്രസ്തുത കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുകയും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും പിന്മാറിയേക്കും. മെമ്മറി കാർഡ് ചോർന്നതിൽ നേരത്തെയുള്ള അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം. ഹൈക്കോടതി മേൽനോട്ടത്തിൽ സൈബർ വിദഗ്ധനടങ്ങുന്ന SIT രൂപീകരിച്ച് പുനരന്വേഷണം നടത്തണം എന്നിങ്ങനെയാണ് അതിജീവിതയുടെ ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ. 2018 ജനുവരി 9 രാത്രിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, 2018 ഡിസംബർ 13 ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ്, 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്തേദാർ താജുദ്ദീൻ എന്നിവർ നടി കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചെന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ റിപ്പോർട്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ആയിരുന്നു വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് പക്ഷപാതപരമായതുകൊണ്ട് റദ്ദാക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. ജനം, കൊച്ചി.